ഇടതുപക്ഷത്തിനെതിരായ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ പ്രതിരോധത്തിന്റെ പാതയിൽ നിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ കൈരളി ന്യൂസ് മാത്രം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈരളി ന്യൂസ് നടത്തിയ ചില ഇടപെടലുകൾ. കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പല വലതുപക്ഷ നേതാക്കൾക്കും അസ്വസ്ഥതയുണ്ടാകുന്നു. സംസാരിക്കില്ലെന്ന് പറയുന്നു, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ ഭേദമില്ല. എങ്കിലും സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം കൈരളി ന്യൂസ് തുടരുക തന്നെ ചെയ്യും. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ കോൺഗ്രസും പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു CPM-ഉം ബോണ്ട് വാങ്ങിയെന്ന്. എന്താണ് ഇലക്ട്രൽ ബോണ്ടിൽ ഈ പൈസ വാങ്ങുന്നതിനെ പറ്റി അങ്ങനെ അഭിപ്രായം? CPM മേടിച്ചിട്ടുണ്ട്, എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം. തെളിവ് തരാന്ന്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ അല്ല, അത് നിങ്ങൾ എന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കൈരളി ഒന്ന് തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. കൈരളി ന്യൂസിന്റെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ തന്റെ തെറ്റ് പ്രതിപക്ഷ നേതാവ് തിരുത്തി. ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് BJP-യും കോൺഗ്രസും വാങ്ങിയതിനെ ഒരുപോലെ CPM വിമർശിക്കുകയാണ്. മനസ്സിലായി? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. കൈരളി ന്യൂസിന്റെ ഒരു ചോദ്യത്തിന് മുന്നിൽ കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ സമനില വിട്ടാണ് പ്രതികരിച്ചത്. കൈരളിയുടെ കാസർഗോഡ് റിപ്പോർട്ടർ സിജു കണ്ണനാണ് ചോദ്യം ചോദിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ്. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കത്തിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. അതെ അതെ ഞാൻ ചോദിക്കുന്നത് പറയട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനൊന്നുമല്ല. ഈ കോട്ടയത്തെ കൈരളി റിപ്പോർട്ടർ സനോജിന്റെ ചില ചോദ്യങ്ങൾ NDA സ്ഥാനാർത്ഥികളായ തുഷാർ വെള്ളാപ്പള്ളിയെയും അനിൽ ആന്റണിയെയും അസ്വസ്ഥപ്പെടുത്തി. അല്ല, ഇത് വെറുതെ കള്ളം പറഞ്ഞാൽ പോയിട്ടുകാരില്ല. അല്ല, ഇത് കള്ളക്കാരൻ കുറെ നേരം കൊണ്ട് സൗകര്യം വളരെ ബുദ്ധിമുട്ടി ഓരോ കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ട്. സൗര കൈരളി ചാനലിന്റെ താല്പര്യത്തിനനുസരിച്ച് പത്തനംതിട്ടയിൽ ആന്റണിക്കും കൈരളിയുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വൈമുഖ്യമാണ്. സുജു T ബാബുവിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ആന്റണി തയ്യാറായില്ല. അല്ല, അത് നിങ്ങളൊക്കെ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മൾ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് കൈരളിയുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓടി ഒളിക്കാനുള്ള ഭാവമാണ്. ഇനി കൈരളി ഒന്നും ചോദിക്കല്ലേ? ചോദിക്കണ്ട, വേണ്ട. ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാം. അല്ല, ഞാൻ പറയാം. താങ്ക് യു, നമസ്കാരം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കും കൈരളിയുടെ ചോദ്യങ്ങളെ നേരിടാൻ വൈമുഖ്യമാണ്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. സമൂഹത്തിലെ സാധാരണക്കാരുടെ പക്ഷം ചേർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബന്ധപ്പെട്ടവർ ഭയക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.